മാനേജർ അച്ഛ, പ്രിൻസിപ്പൽ സിസ്റ്റർ സോഫിയ, PTA എക്സിക്യൂട്ടീവ്സ്, മാതാപിതാക്കളെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഞാനിങ്ങോട്ട് കയറി വരുന്നതിന് മുമ്പ് മാനേജർ അച്ഛനോട് ചോദിച്ചു, ഞാൻ എത്ര മിനിറ്റ് നിങ്ങളോട് സംസാരിക്കണം. അപ്പോൾ അച്ഛനിങ്ങനെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കുഴപ്പമില്ല, ഒരു മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ എങ്ങനെ പറയാമെന്ന് പറഞ്ഞു. ഞാൻ അന്നേരം തന്നെ എൻ്റെ മനസ്സിലോർത്തു, ഒരു അനുസരണക്കേട് കാണിക്കുന്നത് നല്ലതായിരിക്കാം. മാനേജർ അച്ഛൻ പറഞ്ഞത് കേൾക്കണ്ട, 1.5 മണിക്കൂർ പ്രസംഗിക്കണ്ട, 1 മണിക്കൂറും വേണ്ട എന്നൊരു തീരുമാനം അവിടെ തന്നെ ഇരുന്നങ്ങ് എടുത്തു. അതിന് കാരണം, ഇപ്പോൾ തന്നെ കുറേ പ്രസംഗങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിൻ്റെ കൂടെ ഇവിടെ എന്നെ കേൾക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ പ്രായം കുറച്ച് നേരം കഴിയുമ്പോൾ അവർ കൂടുതൽ അസ്വസ്ഥപ്പെടാൻ തുടങ്ങും. ഈ കുഞ്ഞുങ്ങളുടെ അസ്വസ്ഥത പേരൻസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. അപ്പോൾ അവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാകും. ആ ഒരു സാഹചര്യത്തിൽ മോട്ടിവേഷൻ ഉണ്ടാവണമെങ്കിൽ പ്രസംഗം കുറച്ച് നേരത്തെ നിർത്തണമെന്നാണ് എൻ്റെ ഒരു പ്രായോഗിക ജ്ഞാനം എനിക്ക് പറഞ്ഞു നൽകിയത്. അതുകൊണ്ട് 1-2 കാര്യങ്ങൾ മാത്രം നമുക്ക് സൂചിപ്പിക്കാം. പുറകിലുള്ളവരൊക്കെ കേൾക്കുന്നുണ്ടോ? അല്ലേ, കേൾക്കുന്നുണ്ടോ? കേൾക്കാൻ താല്പര്യവുമുണ്ടല്ലോ അല്ലേ? പിള്ളേരിങ്ങനെ ബഹളം വെക്കുന്നു. പിള്ളേര് സംസാരിക്കുകയും ബഹളം വെക്കുകയൊക്കെ ചെയ്തോട്ടെ, എനിക്ക് കുഴപ്പമില്ല. ഞാൻ ഒരു സംഭവം പറഞ്ഞോട്ട് നമുക്ക് തുടങ്ങാം. ഞാനൊരു 1-2 മാസം മുമ്പ് പാലക്കാടുള്ളൊരു സ്ഥലത്ത് ഇതുപോലൊരു ക്ലാസ് എടുത്തോണ്ടിരിക്കുകയാണ്. അപ്പം കുറേ കുട്ടികൾ ഇങ്ങനെ ബഹളം വെച്ചോണ്ടിരിക്കുന്നു. അപ്പം ആ ക്ലാസ്സിൽ എൻ്റെ മകനുമുണ്ട്. അപ്പൊ ക്ലാസ്സിന്റെ ഇടയ്ക്ക് പിള്ളേരിങ്ങനെ സംസാരിക്കുന്നു, ബഹളം വെക്കുന്നു, അസ്വസ്ഥരാകുന്നു, സംഘാടകർക്കൊക്കെ ആകെ ബുദ്ധിമുട്ട്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, കുട്ടികൾ ബഹളം വെച്ചോട്ടെ, അവർ അവരുടെ സ്വാതന്ത്ര്യത്തിൽ ഇരുന്നോട്ടെ. കുഞ്ഞുങ്ങളുടെ ബഹളം എനിക്കൊരു ബുദ്ധിമുട്ടല്ല. കുട്ടികളുടെ ബഹളം എനിക്ക് സംഗീതം പോലെയാണ്. കാരണം എനിക്ക് 9 മക്കളുണ്ട്. എൻ്റെ മൂത്ത മോള് +2 പഠിക്കുന്നു, ഏറ്റവും ഇളയ കൊച്ചിന് 1 വയസ്സേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് ഈ ബഹളം എനിക്ക് ശീലമാണെന്നൊക്കെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ അത് കേട്ട ആൾക്കാരൊക്കെ കൈയടിച്ചു, വളരെ സന്തോഷമായി. ആ ക്ലാസ്സിൽ എൻ്റെ മകനും ഇരിപ്പുണ്ട്. ഇപ്പൊ 10ാം ക്ലാസ്സിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മകൻ. ക്ലാസ്സൊക്കെ കഴിഞ്ഞ് 3-4 ദിവസം കഴിഞ്ഞ് ഞാൻ എൻ്റെ കോളേജിലെ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നിങ്ങനെ മടുത്തു. ചില ദിവസങ്ങളിൽ നമ്മളിങ്ങനെ വളരെ മടുത്ത് വീട്ടിൽ വന്നിങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ എൻ്റെ 8ാമത്തെ മകൻ, ഡൊമിനിക് എന്നാണ് അവന്റെ പേര്, അവനൊരു സ്റ്റീൽ പാത്രം എടുത്തോണ്ട് വന്ന്, ഒരു തവിയും എടുത്തോണ്ട് വന്ന് എൻ്റെ തൊട്ടടുത്തിരുന്ന് ഈ തവി കൊണ്ട് സ്റ്റീൽ പാത്രത്തിൽ ഇങ്ങനെ അടിച്ച് ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി. മാത്രമല്ല, അവൻ ഇങ്ങനെയും കൂടി ആഹ്വാനം കൊടുത്തു അവന്റെ സഹോദരങ്ങൾക്ക്. എടാ, അപ്പ വന്നടാ, സേവരെ ഓടി വാടാന്ന് പറഞ്ഞിട്ട് ഇവരിങ്ങനെ കൊട്ടാണ്. സ്റ്റീൽ പാത്രത്തിൽ തവി കൊണ്ട് അടിച്ചാലുള്ള ശബ്ദം, ഇങ്ങനെ ചില ശബ്ദങ്ങൾ നമ്മൾ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യും. എനിക്ക് അങ്ങ് ദേഷ്യം വന്നു. അപ്പൊ ഞാൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഈ കൊച്ചിനെ ആരും ഒന്ന് വിളിച്ചോണ്ട് പോയി, എന്തൊരു കഷ്ടം, എന്തൊരു ബഹളം എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ മൂത്ത മകൻ എന്നോട് ചോദിച്ചു, കുട്ടികളുടെ ബഹളം സംഗീതം പോലെയാന്ന് പറഞ്ഞിട്ട്, സ്വന്തം വീട്ടിലെ പിള്ളേരുടെ ബഹളം സംഗീതം പോലെയല്ലേ? നാട്ടുകാരുടെ കുട്ടികളുടെ ബഹളം മാത്രമേ അപ്പന് പാട്ടായിട്ട് തോന്നുള്ളൂ എന്ന് ചോദിച്ചു. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇനി ഇവിടുന്ന് അങ്ങോട്ട് ടീച്ചേഴ്സും മാതാപിതാക്കളും പറയുന്നതൊന്നും കുട്ടികൾ കേട്ടു എന്ന് വരില്ല. നമ്മളുടെ പ്രവൃത്തികളെ അവർ അനുകരിക്കുകയുള്ളൂ. കുഞ്ഞുങ്ങളുടെ കോഗ്നിഷന്റെ ലെവൽ മാറിപ്പോയി. എന്റെ അഭിപ്രായത്തിൽ നിലവിൽ ഫോളോ ചെയ്യുന്ന മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളെല്ലാം കാലഹരണപ്പെട്ടു പോയി എന്നാണ് ഞാൻ കരുതുക. കാരണം സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ഉൾപ്പെടെയുള്ള തിയറികൾ നാട്ടിൽ നിലവിൽ വന്ന സമയത്ത് മൊബൈൽ ഫോൺ ഇല്ല. ദൃശ്യമാധ്യമങ്ങളും സ്ക്രീൻ അഡിക്ഷനും ഒരു വ്യക്തിയിൽ ഒരു കുഞ്ഞിൽ ചെലുത്തുന്ന സ്വാധീനത്തെ കുറിച്ച് പഠനങ്ങൾ നടക്കണം. ഇനി അങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ ഒരു കാര്യമാണ്. ആ വളരെ ശ്രമകരമായ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുക പേരൻസിനാണ്.
എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അപ്പൻ എന്ന് പറയുന്ന ഡിഗ്നിറ്റിയുടെ റെസ്പോൺസിബിലിറ്റീസ് മുഴുവൻ വീട്ടിൽ ചെയ്യേണ്ടി വരും. എവിടെയെങ്കിലും കുട്ടികളെ കൗൺസിലിങ്ങിന് വിട്ടാൽ കുഞ്ഞുങ്ങൾ നന്നാകുമെന്ന് ഒരു വ്യർത്ഥ ബോധ്യത്തിന്റെ ആവശ്യം ഇനിയില്ല. കാരണം ഈ അടുത്ത കാലത്തുണ്ടായ ചില കൗൺസിലിംഗ് അനുഭവങ്ങൾ പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നു. ഇതിപ്പോ നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? പേരൻസ് ഒക്കെ കേൾക്കുന്നവരൊന്ന് കൈവെക്കാമോ? ഒരു റെസ്പോൺസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. 1.5 മണിക്കൂർ ഞാൻ 1 മണിക്കൂറാക്കി, വേണം ഇനിയും കുറയ്ക്കും. അപ്പോ ഒരു 10-12 വർഷങ്ങൾക്ക് മുമ്പ് വരെ പാലായിൽ സ്പീച്ച് തെറാപ്പി ക്ലിനിക് എന്ന് പറഞ്ഞൊരു സ്ഥാപനം ഉണ്ടായിരുന്നില്ല. ഇന്ന് ഇഷ്ടം പോലെ സ്പീച്ച് തെറാപ്പി ക്ലിനിക്കുകളുണ്ട്. എന്തിനാണ് സ്പീച്ച് തെറാപ്പി ക്ലിനിക്? സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളെ സംസാരിക്കാൻ പഠിപ്പിക്കുകയാണ്. ഇവരെങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? ഈ കുഞ്ഞിനെ രാവിലെ അവിടെ കൊണ്ടുവന്നിരുത്തും, എന്നിട്ട് ഏതെങ്കിലും ഒരു വാക്ക് ഉച്ചവരെ പറഞ്ഞുകൊണ്ടിരിക്കും. കുറച്ചൊക്കെ ഈ കുട്ടികൾക്ക് ഒരു മാറ്റം വരും. യഥാർത്ഥത്തിൽ ഈ കുഞ്ഞുങ്ങൾ സംസാരിക്കാൻ വൈകുന്നതിന്റെ കാരണം ആ കുഞ്ഞുങ്ങളോട് അവരുടെ മാതാപിതാക്കളും ഗ്രാൻഡ് പേരൻസും സംസാരിക്കാത്തത് കൊണ്ടാണ്. എന്തുകൊണ്ടാണ് കുട്ടികളോട് പേരൻസും ഗ്രാൻഡ് പേരൻസും സംസാരിക്കാത്തത്? അവർക്കതിനും നേരമില്ല. എന്തുകൊണ്ടാണ് അവർക്ക് സമയമില്ലാത്തത്? അവരുടെ ജോലി കഴിഞ്ഞിട്ടുള്ള സമയത്ത് അവർ മൊബൈൽ ഫോണിൽ ഇരിക്കുന്നത് കൊണ്ടാണ്. ഇത്തരം റിയാലിറ്റികളെ വിലയിരുത്തി അതിനനുചിതമായ ഒരു പരിഹാരം മാതാപിതാക്കൾ തന്നെ കണ്ടെത്തിയില്ലെങ്കിൽ ഇനി ഇവിടുന്ന് അങ്ങോട്ട് കുഞ്ഞുങ്ങളെ വളർത്തുന്ന കാര്യത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ഞാൻ സ്ഥലം പറയുന്നില്ല. പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ ഒരു സ്കൂളിൽ, സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു സ്കൂളിൽ 5ാം ക്ലാസ്സുകാരൻ ആത്മഹത്യ ചെയ്തു. കാരണം മൊബൈൽ ഫോൺ കൊടുക്കാത്തതാണ്. 2 മാസം മുമ്പ് ഗാസിയാബാദിൽ 3 പെൺകുട്ടികൾ, സഹോദരിമാർ കൊറിയൻ വീഡിയോ ഗെയിം കളിക്കണ്ട എന്ന് പറഞ്ഞ് അപ്പൻ ഫോൺ വാങ്ങിച്ചു വെച്ചതിന്റെ പുറത്ത് കെട്ടിടത്തിന്റെ മുകളിലത്തെ നിലയിൽ നിന്ന് ചാടി 3 പേർ ആത്മഹത്യ ചെയ്തു. 1.5 മാസം മുമ്പ് നമ്മുടെ ഈ സ്കൂൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഒരു 7-8 കിലോമീറ്റർ അകലെ മറ്റൊരു സ്കൂളിൽ ഒരു വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തു. ഇതിൽ 5ാം ക്ലാസ്സുകാരൻ തൊട്ട് +2 വരെയുള്ള കുഞ്ഞുങ്ങൾ ഇതിങ്ങനെ ചെയ്യുമ്പോൾ അതിന് പിന്നിൽ അവരെ പ്രേരിപ്പിക്കുന്ന ചില ഘടകങ്ങൾ ഉണ്ട് എന്നുള്ള തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തണം. ആ തിരിച്ചറിവിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ കഷ്ടപ്പെടാനും നമ്മൾ തയ്യാറാകണം. എങ്ങനെ കഷ്ടപ്പെടുക? ഒരു സ്കൂളിൽ വിടുമ്പോൾ ആ ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ആ ടീച്ചേഴ്സും പേരൻസും തമ്മിൽ കൃത്യമായ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കണം. ആ ടീച്ചേഴ്സും പേരൻസും തമ്മിൽ ഒരു കൃത്യമായ കമ്മ്യൂണിക്കേഷൻ പണ്ട് നടന്നിരുന്നു. ഡയറിയിൽ എഴുതി കൊടുത്തിരുന്ന സമയത്ത് ആ ഡയറി വായിച്ചിട്ട് ഒപ്പിടും. ഇപ്പോൾ വാട്സപ്പ് വഴി മെസ്സേജ് അയക്കുന്നത് കൊണ്ട് ഒരു ഫോണിൽ തന്നെ 100 കണക്കിന് ഗ്രൂപ്പിലെ മെസ്സേജുകൾ വരുമ്പോൾ പലരും കൃത്യമായിട്ട് അത് മനസ്സിലാക്കുന്നില്ല. ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം മെസ്സേജ് അയച്ചതോടുകൂടി അവരുടെ ഡ്യൂട്ടി തീർന്നു. പേരൻസിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് ഫീസ് അടയ്ക്കുകയും പിന്നെ വലിയ കംപ്ലൈന്റ് ഒക്കെ പറഞ്ഞ് സ്കൂളിൽ ചെല്ലാതിരുന്നാൽ യാതൊരു കുഴപ്പവുമില്ല. ഇതിന്റെ ഇടയ്ക്ക് കുഞ്ഞുങ്ങൾ വളരുന്ന സാഹചര്യത്തെ തിരിച്ചറിയാനുള്ള ഒരു പുതിയ സെൻസിലേക്ക് നമ്മൾ മാറണമെന്നാണ് ഞാൻ കരുതുക. അതിൽ തന്നെ മറ്റൊരു കാര്യം കൂടി ഒന്ന് സൂചിപ്പിക്കുകയാണ്. അറിവുമുണ്ട്, ജ്ഞാനവുമുണ്ട്. ജ്ഞാനമുള്ളവരായിട്ട് നമ്മൾ മാറണം. ഇനിയുള്ള കാലത്ത് കുട്ടികളെ വളർത്തണമെങ്കിൽ ഇന്റലക്ച്വൽ നോളജിനേക്കാളും വലിയ എക്സ്പീരിയൻഷ്യൽ നോളജ് ഉണ്ടാവണം. എക്സ്പീരിയൻഷ്യൽ നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? പറയട്ടെ. അതായത് ഒരു പയ്യൻ, അവന്റെ അപ്പൻ അവര് ഈ പാലായിൽ നിന്ന് ഇങ്ങനെ കുടിയേറി പോയതാണ്. പാലക്കാട് അങ്ങനെ മലബാറിൽ പോകാന്നാണ് അന്ന് പൊതുവെ പറയാ. അന്ന് അങ്ങനെ ഒരു പയ്യൻ ഇവിടുന്ന് പോയി, കുടുംബം അങ്ങോട്ട് പോയി. അപ്പം 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവന്റെ സ്കൂളിൽ നിന്ന് ഒരു ലെറ്റർ വീട്ടിലേക്ക് കൊടുത്തു വിട്ടു. ലെറ്ററിൽ ഇത്രയേ ഉള്ളൂ: എത്രയും പെട്ടെന്ന് വന്ന് HM-നെ കാണുക. അപ്പൊ അന്നത്തെ പാലക്കാരുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഒരു ഷർട്ടിന്റെ ബട്ടൺസ് ഇവിടെ അഴിച്ചിടും. അപ്പൊ ഒരു സ്വർണ്ണമാലയൊക്കെ കാണും. പിന്നെ ഒരു ഒറ്റമുണ്ടും ചെറിയ ടർക്കിയൊക്കെ തോളിലിടും. ഒരു ജീപ്പൊക്കെ ഉണ്ടായിരിക്കും. ജീപ്പുമായി സ്കൂളിൽ ചെന്നു. പോകുമ്പോൾ 2 വാഴക്കലയൊക്കെ വെട്ടിക്കൊണ്ടാണ് പോയത്. 2 പണിക്കാരോട് വാഴക്കലയൊക്കെ വെട്ടണമെന്ന് പറഞ്ഞ് വാഴക്കലയൊക്കെ കൊണ്ടുപോയി
HMS സിസ്റ്ററിനെ കണ്ടു. ഉടനെ പുള്ളി പറയാം വാഴക്കുലെടുത്തങ്ങ് വെക്കടാന്ന് പറഞ്ഞു. ആ വാഴക്കുലെടുത്ത് വെച്ച് സിസ്റ്റർ എന്നോണ്ട് വിശേഷം എന്നതിലും ഉണ്ടെങ്കിൽ ഇതേ ജോസിനോട് പറഞ്ഞാൽ മതി, ജോസ് വരും കേട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ സിസ്റ്റർ വളരെ വിഷമത്തോടെ വാഴക്കുലയിലോട്ടൊന്ന് സൂക്ഷിച്ചു നോക്കി. എന്നിട്ട് ജോസിനോട് പറഞ്ഞു, ജോസ് ചേട്ടാ വിഷമമൊന്നും വിചാരിക്കരുത്, ജോസ് ചേട്ടന്റെ മോനെ ഇനി ഇവിടെ പഠിപ്പിക്കാൻ പറ്റിയല്ല, PTA എക്സിക്യൂട്ടീവ് എടുത്ത തീരുമാനമാണ്. ആ പുള്ളി ഞെട്ടിപ്പോയി. പുള്ളി ചോദിച്ചു, സിസ്റ്റർ എന്നെ 10ാം ക്ലാസ്സിലല്ലേ, ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞിട്ടിരിക്കുമല്ലോ, ഇനി ഞാൻ ഏത് സ്കൂളിലേക്ക് വിടും, നിങ്ങൾ എന്നെ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിച്ചു. സിസ്റ്ററിന് വിഷമമുണ്ട്, പക്ഷെ എന്നാ ചെയ്യുന്നത്? സിസ്റ്റർ അവിടുന്ന് എഴുന്നേറ്റ് പോയി. സിസ്റ്റർ അപ്പനോട് ഈ പറയുന്നത് ഈ ചെറുക്കൻ ജനലിന്റെ സൈഡിൽ നിന്ന് കേൾക്കുവാണ്. അവനത് കേട്ടിട്ട് സങ്കടമായി, കാരണം അവൻ പ്രതീക്ഷിച്ചേ ഇല്ല അങ്ങനൊരു കാര്യം. അപ്പൻ റൂമിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞപ്പം മകന് അപ്പന്റെ അടുത്ത് വന്നു, എന്നതാടാ മകനെ പറ്റിയത്, എന്നാത്തിനെ നിന്നെ പള്ളിക്കൂടത്തിൽ നിന്ന് പറഞ്ഞു വിടുന്നതെന്ന് ചോദിച്ചു. ഉടനെ ഇവൻ കരഞ്ഞോണ്ട് പറഞ്ഞു, പപ്പ റോക്കറ്റ് ഉണ്ടാക്കി എന്നുള്ളത് നേരാ, അതിൽ തെറി എഴുതി അപ്പുറത്തെ സൈഡിലേക്ക് വിട്ടത് ഞാനല്ല, പക്ഷെ എന്നെയാണ് പൊക്കിയെന്ന് പറഞ്ഞു. ഇവൻ പൊട്ടി കരയാൻ തുടങ്ങി. ഇവൻ കരയുന്ന കണ്ടപ്പോ ഇവിടെയുള്ള അമ്മമാരും കുട്ടികളൊക്കെ മനസ്സിലാക്കുക, ചില അപ്പന്മാർക്ക് ഒരു പ്രത്യേകത, അവർ കരയില്ല, അവർക്ക് ഭയങ്കര ദേഷ്യം വരും, അത് സങ്കടം കൊണ്ട് വരുന്നതാണ്. ഇയാൾക്ക് സങ്കടം സഹിക്കാൻ പറ്റാതെ കണ്ണൊക്കെ ചുവന്ന് കൊടുത്ത് ദേഷ്യം വന്നു. നീ കരച്ചിൽ നിർത്തണമെന്ന് പറഞ്ഞു. ഇവൻ പൊട്ടി കരയാൻ തുടങ്ങി. ഇയാൾക്ക് ദേഷ്യം വന്ന് ഇയാളൊരു ചെറിയ ഒരു മോശം വാക്കൊക്കെ പറഞ്ഞു ഇവനെ പേടിപ്പിച്ചിട്ട് നിർത്തണ കരച്ചിലെന്ന് പറഞ്ഞു. ഇവനെയും കൂട്ടി സ്കൂളിൽ നിന്ന് പുറത്തിറങ്ങി സ്കൂളിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഒരു പെട്ടിക്കട, ആ പെട്ടിക്കടയിൽ നിന്ന് ഞാൻ കടലമുട്ടായി മേടിച്ചു. എന്നിട്ട് ഇവന്റെ കൊടുത്തിട്ട് പറഞ്ഞു, എടാ പള്ളിക്കൂടങ്കാര് വേണ്ടെന്ന് വെച്ച് എനിക്ക് നിന്നെ കളയാൻ പറ്റുവോടാ, നീ എന്റെ മകനല്ലേ, ഇതല്ലേ വേറെ സ്കൂളുണ്ടാ, ഇനിയിപ്പോ അവരും ആ സ്കൂളിൽ എടുത്തില്ലെങ്കിൽ ഒരു കൊല്ലം അങ്ങ് പോട്ടേന്ന് വെക്കും, അടുത്ത കൊല്ലം പഠിച്ചാൽ മതി, ഇനി അന്നേരത്തേക്ക് നിനക്ക് പഠിക്കാനുള്ള നിന്റെ താല്പര്യം അങ്ങ് നഷ്ടപ്പെട്ട കുഴപ്പമില്ലടാ, നീ എന്റെ കൂടെ കൂടിക്കോടാ, ഇക്കണ്ട പറമ്പ് മുഴുവൻ എന്റെ ചാച്ചൻ മേടിച്ചിട്ട് പള്ളിക്കൂടത്തിൽ പോയിട്ടല്ല, പക്ഷെ നീ ഇനി ഇങ്ങനെ കരഞ്ഞാൽ എനിക്ക് ദേഷ്യം വരും കേട്ടോ, സഹിക്കാൻ പറ്റുന്നില്ല, തിന്നടാ കടലമുട്ടായി എന്ന് പറയും. അവൻ പേടിച്ച കടലമുട്ടായി കടിച്ചു പൊട്ടിച്ചപ്പോ കണ്ണീരും മൂക്കളെ എല്ലാം കൂടെ വന്നൊരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു. അതങ്ങനെ വേദനിച്ച് കരഞ്ഞിട്ടുള്ളവർക്കൊക്കെ ഇത് മനസ്സിലാവും. കാലങ്ങൾ കഴിഞ്ഞു, ആ പയ്യൻ പഠിച്ച് മിടുക്കനായി. ഇന്ത്യക്ക് പുറത്ത് പല രാജ്യങ്ങളിലൊക്കെ ജോലിയൊക്കെ കിട്ടി. ഒരു വിദേശ രാജ്യത്തേക്ക് അവന്റെ അപ്പനെയും അമ്മയും അവൻ കൊണ്ടുപോവുകയാണ്. നാട്ടുമ്പുറത്തുകാരനായ അപ്പനെ ജീൻസ് പാന്റും ടീഷർട്ടൊക്കെ ഇടിപ്പിച്ചിട്ട് വിദേശ രാജ്യത്ത് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് ഒരു ആഡംബര കപ്പലിൽ ഇവനൊരു സവാരി അറേഞ്ച് ചെയ്ത് കൊടുത്തു. ഞാനിത് ഇങ്ങനെ പല സ്ഥലങ്ങളിൽ പറയുന്നൊരു കഥയാണ് കേട്ടോ, കഥയല്ല, ഒറിജിനൽ സംഭവമാണ്. ആഡംബര കപ്പലിൽ അപ്പനെയും അമ്മയും കയറ്റി കപ്പലിന്റെ ഏറ്റവും മുകൾ തട്ടില് കയറി ഇങ്ങനെ ഇരിക്കുവാണ്. കടലിനെ ഇങ്ങനെ കീറി മുറിച്ച് കപ്പൽ ഇങ്ങനെ പോകുന്നു, കാറ്റ് കൊണ്ട്. അപ്പൻ ഈ കടലിലേക്ക് നോക്കിയിട്ട് മകനോട് ചോദിക്കുക, എടോ ഇവിടെ ഒരു 1 ഏക്കർ സ്ഥലം നമുക്ക് മേടിക്കാൻ പറ്റുമോ, റബ്ബർ വെക്കായിരുന്നെന്ന് പറഞ്ഞു. അപ്പൊ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പപ്പ ഇവിടെ ഈ രാജ്യത്ത് റബ്ബറൊന്നും ഇല്ല. എന്നിട്ട് അവനൊരു മുന്തിരി ജ്യൂസ് മേടിച്ചു കൊടുത്തു. മുന്തിരി ജ്യൂസൊക്കെ കുടിച്ചിട്ട് ഗ്ലാസ് തിരിച്ചു കൊടുത്തു. അവൻ ഗ്ലാസ് തിരിച്ചു കൊണ്ടുപോയി വെക്കാൻ കൗണ്ടറിലേക്ക് പോയപ്പോ അപ്പം മകനെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കി, 2 കണ്ണും നിറഞ്ഞിട്ട് അവന്റെ അമ്മയോട് പറയാ, എടി ഇവനൊരു മിടുക്കനാടി. അപ്പൊ ഉടനെ അമ്മ പറയുക, എങ്ങനെ മിടുക്കനാവാതിരിക്കും, നിങ്ങളുടെ അല്ലേ മകൻ. എന്നിട്ട് 2 പേരും കൂടി ചിരിച്ചു. ചിരിക്കുന്നതിനോടൊപ്പം അവരുടെ കണ്ണും നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. 10ാം ക്ലാസ്സിൽ വെച്ച് ജീവിതം നശിച്ചു പോകുമായിരുന്ന ആ പയ്യനെ ജീവിത വിജയത്തിന്റെ തിളക്കത്തിന്റെ കൊടുമുടിയിൽ എത്തിച്ചത് അപ്പന്റെ നല്ല വാക്കാണ്. നിങ്ങൾ കാരണവന്മാര് മക്കളെ അനുഗ്രഹിച്ച് സംസാരിക്കണം, നല്ലത് വരട്ടെ എന്ന് പറയണം, നല്ലതല്ലെങ്കിലും നന്നാവും. അമ്മമാർക്ക് വേണ്ടി, ലേഡി ടീച്ചേഴ്സിന് വേണ്ടി ഒരു സംഭവം കൂടി പറയാം. ഒരിക്കലും ഒരു പയ്യൻ ഒരു സ്കൂളിൽ നിന്ന് ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് പോവാൻ നിൽക്കുകയാണ്. ഉടനെ തൊപ്പിയൊക്കെ തിരിച്ചു വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുമ്പോ അവന്റെ അപ്പൻ വന്നു. അപ്പൻ ഇവനെ കണ്ടതേ പറഞ്ഞു, കുരുത്തം കെട്ടവനെ, നീ കമ്പും കോലുമായിട്ട് ഇങ്ങനെ നടക്കണം, ഒന്നേ കമ്പും കോലും അല്ലെങ്കിൽ മൊബൈൽ ഫോണിനകത്ത് കയറിയിരിക്കണം. നീ കഴിഞ്ഞ പ്രാവശ്യം മാത്സിന് തോറ്റു, നീ ഇപ്രാവശ്യം ഫിസിക്സിന് തോക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്, നാണമില്ലാത്തവനെന്നൊക്കെ പറഞ്ഞു ഒരുപാട് വഴക്ക് പറയും. അപ്പൊ അവൻ ഓക്കെ ശരി അമ്മയെന്ന് പറഞ്ഞിട്ട് പോകാൻ ഇറങ്ങി. ഗേറ്റിന്റെ അവിടെ എത്തിയപ്പോഴാണ് അവന് മനസ്സിലായത് പേഴ്സ് എടുക്കാൻ മറന്നുപോയി. തിരിച്ചു വന്നപ്പോ വീണ്ടും എന്റെ അപ്പം പറയാ, നാണമില്ലാത്തവന് നീ പോയില്ലല്ലേ എന്ന് പറഞ്ഞ് വീണ്ടും കുറെ ഫയർ ചെയ്തു, കുറെ ഷൗട്ട് ചെയ്തു, കുറെ പ്രായി. അത് കഴിഞ്ഞ് അവനെ പേഴ്സും എടുത്ത് നേരെ
വീട്ടിൽ നിന്ന് ഇറങ്ങി വെയിറ്റിംഗ് ഷെഡിന്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുക. അപ്പൊ അവന്റെ കൂട്ടുകാരന്റെ പപ്പ കൊണ്ടുവന്ന് വിടുക. റോയൽ എൻഫീൽഡ് ബൈക്കിൽ കൊണ്ടുവന്ന് വെയിറ്റിംഗ് ഷെഡിൽ കൊണ്ടുവന്ന് ഇറക്കി വിട്ടിട്ട് അവർ ക്രിക്കറ്റ് കോമ്പറ്റീഷന് പോവുകയാണെന്ന് ഇറക്കി വിട്ടിട്ട് ആ മനുഷ്യൻ അയാളുടെ മകനോട് പറയാം, മോനെ സ്റ്റേ ചെയ്ത് കളിക്കണം കേട്ടോ, ഓൾ ദ ബെസ്റ്റ്, എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ പപ്പായെ വിളിച്ചാൽ മതി, പപ്പ വരാൻ കേട്ടോ, ഇപ്രാവശ്യം നിങ്ങളുടെ ടീം ജയിക്കണം, ഓൾ ദ ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഉടനെ നമ്മുടെ പയ്യൻ ഇത് കണ്ടിട്ട് ഇങ്ങനെ മനസ്സിലോർത്തു, ഓൾ ദ ബെസ്റ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു, ഒരു ചെറിയെങ്കിലും ഒന്ന് കുറച്ചിരുന്നെങ്കിൽ എനിക്കും ഉണ്ടൊരപ്പൻ. ഞാൻ നിങ്ങൾ പേരൻസിനോട് കാര്യം ചോദിക്കട്ടെ, ഇതിൽ ഏത് അപ്പനാണ് നല്ലത്? ആദ്യത്തേതാണോ ബുള്ളറ്റ് വന്നതാണോ? ഏതപ്പനാണ് നല്ലത്? ഓക്കെ, ഈ കഥയുടെ രണ്ടാമത്തെ ഭാഗം പറയാം. ആദ്യത്തെ മനുഷ്യൻ ചെറുക്കൻ വീട്ടിൽ നിന്നിറങ്ങി ക്രിക്കറ്റ് മത്സരത്തിന് പോയി കഴിഞ്ഞപ്പോൾ അവന്റെ അമ്മയെ വിളിച്ചു ചോദിച്ചു, എടി നീ ചെറുക്കന് പൈസ കൊടുത്തു വിട്ടോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ആ കൊടുത്തു. എത്ര രൂപ കൊടുത്തു? 700 രൂപ. ഞാൻ നിന്റെ 1000 രൂപയല്ലേ തന്നത്, നീ അതിൽ നിന്ന് 300 എടുത്ത് മാറ്റിയോ? അവന് വല്ലോ ആവശ്യം വരും, കളിച്ചു കഴിഞ്ഞാൽ ടയേർഡാകും, വല്ലോ പപ്സോ പെപ്സിയോ മൗണ്ടൻ ഡ്യൂയോ എന്നാന്ന് വെച്ചാൽ മേടിച്ച് കുടിക്കട്ടെ. കഴിഞ്ഞ പ്രാവശ്യം ഫൈനൽ വരെ വന്നതാ, ഇപ്രാവശ്യം അവർ ജയിക്കണം. അതിന് നിനക്ക് ക്രിക്കറ്റിനെ കുറിച്ച് വല്ലതും അറിയാവോ? ഇനി കളിച്ചു കഴിഞ്ഞ് ടയേർഡാകുമ്പോ ബാക്കിയുള്ള പിള്ളേരൊക്കെ ഓരോ സാധനം മേടിച്ച് തിന്നുമ്പോ ഇവൻ തന്നെ ഇരിക്കണേ നോർത്തല്ലേ 1000 രൂപ തന്നത്, നീ അതിൽ നിന്ന് 300 എടുത്തല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് വൈഫിനെ ഷൗട്ട് ചെയ്തു. രണ്ടാമത്തെ അപ്പൻ ബുള്ളറ്റ് വന്നവൻ മകനെ അവിടെ ഇറക്കി വിട്ടിട്ട് എങ്ങോട്ടാ പോയത് ഇതുപോലൊരു ഗ്രൂപ്പിൽ പറയാൻ കൊള്ളില്ല, അത്രയ്ക്ക് വൃത്തികെട്ട സാമൂഹ്യ വിരുദ്ധ സ്വഭാവമുള്ള ആളാണ്. ഇതിലേതപ്പനാണ് നല്ലത്? ആദ്യത്തേതാണല്ലേ. ആദ്യത്തെ അപ്പന്റെ ഹൃദയത്തിലുള്ള സ്നേഹം മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്വം ആരുടെയാണ്? അമ്മയുടെ ഉത്തരവാദിത്വം. ഒന്ന്, മാതാപിതാക്കൾ അനുഗ്രഹിച്ച് സംസാരിക്കുക. 2, അങ്ങനെ സംസാരിക്കാൻ അറിയില്ലാത്ത ആളുടെ ഹൃദയത്തിനകത്തെ സ്നേഹം മക്കൾക്ക് പകർന്നു കൊടുക്കുക. എന്നിട്ട് അവരോടൊപ്പം സമയം ചെലവഴിക്കുക. അങ്ങനെ വരുമ്പോ സമയം ചെലവഴിക്കുക എന്ന് പറഞ്ഞാൽ ഫോണങ്ങ് മേടിച്ചിട്ട് എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ 5 രൂപ കൊടുത്താൽ കിട്ടും പൊട്ടറ്റോ പീലർ. എന്നിട്ട് സാമ്പാർ ഉണ്ടാക്കുമ്പം ആ ഉരുളക്കിഴങ്ങിന്റെ തൊലി പൊളിക്കുന്ന പരിപാടി പിള്ളേരെ ഏൽപ്പിച്ചെന്ന് കരുതി കുഴപ്പമൊന്നുമില്ല. തുണി അലക്കിപ്പിച്ചില്ലേ പോട്ടെ, വാഷിംഗ് മെഷീനിൽ കിടക്കുന്ന ഡ്രസ്സ് എടുത്തൊന്ന് അയലൊക്കെ കൊണ്ട് ഇടാൻ പറയണം. സമയം കിട്ടുമ്പോ ഒക്കെ നടക്കാൻ പോകണം. വർഷത്തിലൊരു 5-6 മാസം ടെലിവിഷൻ ഇല്ലാതെ എങ്ങനെ ജീവിക്കുമെന്നൊരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ടെലിവിഷൻ അങ്ങ് കട്ട് ചെയ്യണം. അന്നേരം പിള്ളേര് പഠിക്കും. നിങ്ങളൊക്കെ ഓഫ് റോഡ് ഡ്രൈവിന് പോകുന്നവരാണ്. എന്തിനാ? കുലുങ്ങി കാട്ടിനകത്തൂടെ പോകുന്ന ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് കാശ് കൊടുത്തു പോവുകയാണ്. അങ്ങനെയെങ്കിൽ ഇങ്ങനെയുള്ള ചില സാധനങ്ങൾ ഇല്ലാതിരുന്നാൽ എങ്ങനെയിരിക്കുമെന്നൊരു എക്സ്പീരിയൻസിന് വേണ്ടി ഒന്ന് ചെയ്യേ. പൈസ ലാഭമാണ്. ഇങ്ങനെ ഓരോ കുടുംബത്തിന് അനുയോജ്യമാകുന്ന ഓരോ കാര്യങ്ങൾ കണ്ടെത്തുക. അങ്ങനെ കണ്ടെത്തി വരുമ്പോ കുഞ്ഞുങ്ങളെ വളർത്താനുള്ള പുതിയ ഒരു തിയറി നിങ്ങൾ തന്നെ കണ്ടുപിടിക്കും. ആ തിയറി അവരുടെ ന്യൂറോട്ടിക് പാത്വേയിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റിയാൽ അവർ ഉയർന്ന നിലയിലെത്തും. വാക്കിന് ഭയങ്കര ശക്തിയാണ്. നിങ്ങൾ എല്ലായിടത്തും കേട്ടിട്ടുള്ള ഒരു സംഭവം, ഒരു കഥ, ഒരുപാട് സ്ഥലങ്ങളിൽ കേട്ടിട്ടുള്ളതും ഞാൻ തന്നെ പല സ്ഥലങ്ങളിൽ പറയുകയും ചെയ്യുന്ന ഒരു കാര്യം പറഞ്ഞിട്ട് നമുക്ക് ഈ സെഷൻ അവസാനിപ്പിക്കാം. ഒരിക്കലൊരു മകന് സ്കൂളിൽ നിന്നൊരു ലെറ്റർ കൊടുത്തു വിട്ടു ടീച്ചർ. ഈ പയ്യൻ പഠിക്കാൻ കഴിവുള്ളവനല്ല, ഇവന് ബുദ്ധിയിൽ പ്രശ്നമുണ്ട്, ഇവനൊരു ഇന്റലക്ച്വൽ ഡിസേബിൾ ആയിട്ടുള്ള ഒരു പയ്യനാണ്. ഇവനെ ഇങ്ങോട്ട് വിട്ടാൽ ബാക്കിയുള്ള കുട്ടികളുടെ പഠനത്തെ ബാധിക്കും, അതുകൊണ്ട് ഇവനെ ഇനി ഈ സ്കൂളിൽ പഠിപ്പിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. ലെറ്റർ അമ്മ വായിച്ചു കഴിഞ്ഞപ്പോ മകൻ സ്നേഹത്തോടെ ചോദിച്ചു, അമ്മ ടീച്ചർ എന്താണ് ലെറ്ററിൽ എഴുതിയിരിക്കുന്നതെന്ന് ചോദിച്ചപ്പം അമ്മ ലെറ്റർ അടച്ചു വെച്ചിട്ട് പറഞ്ഞു, മോനെ നീ ഒരു മിടുക്കനാണ്, നിന്നെ പോലൊരു ബുദ്ധിമാൻ ആ സ്കൂളിൽ പോയി പഠിക്കേണ്ട കാര്യമില്ല, നീ വീട്ടിലിരുന്ന് പഠിച്ചാലും മതി എന്ന് പറഞ്ഞു. ആ അമ്മ പറഞ്ഞ വാക്ക് രണ്ടാമതൊന്നും ചിന്തിക്കാതെ വിശ്വസിച്ച ആ മകൻ, അവനെ നമ്മൾ എല്ലാവരും എല്ലാ ദിവസവും ഓർക്കണം. ഈ ലൈറ്റ് തെളിഞ്ഞു കിടക്കുന്നത് കാണുമ്പോൾ, ഈ ലൈറ്റ് കണ്ടുപിടിച്ച തോമസ് ആൽവ എഡിസന്റെ ജീവിതത്തിൽ നടന്നൊരു സംഭവമാണ്. അമ്മ നാൻസി എഡിസന്റെ നല്ലൊരു വാക്ക അവനെ മാറ്റിയത്.
അമ്മ നാൻസി മരിച്ചു കഴിഞ്ഞ് കാലങ്ങൾ കഴിഞ്ഞ് അമ്മയുടെ ഡയറി എടുത്തു നോക്കുമ്പോൾ പണ്ട് ടീച്ചർ കൊടുത്ത ലെറ്ററും അമ്മ ഇവനെ വളർത്തിയ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി തോമസ് ആൽവ എഡിസൺ ഒരു പത്രസമ്മേളനം വിളിച്ചു ചേർത്തിട്ട് പറഞ്ഞു, എന്നെ ഈ നിലയിൽ എത്തിച്ചത് എന്റെ അമ്മയുടെ നല്ല വാക്കും അമ്മയുടെ പ്രാർത്ഥനയുമാണെന്ന് പറഞ്ഞു. അപ്പൊ അനുഗ്രഹിച്ച് സംസാരിക്കുക, നല്ല വാക്ക് പറയുക, പ്രത്യാശയുള്ളവരായിട്ട് മാറുക. തെങ്ങിൽ തേങ്ങ ഉണ്ടാകും എന്ന് പറയുന്നത് പോലെ തന്നെ നിങ്ങളുടെ സ്വഭാവമായിരിക്കും നിങ്ങളുടെ മക്കൾക്ക്. ഇനി അങ്ങനെ ഒരു മോശം സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ ആ മോശം സ്വഭാവം മാറ്റാൻ നിങ്ങൾ നടത്തുന്ന പരിശ്രമത്തിന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. അങ്ങനെ എല്ലാ കാര്യങ്ങളും നന്നായി നടക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അച്ഛൻ പറഞ്ഞ അത്രയും സമയമായില്ലെങ്കിലും ഞാൻ മനസ്സിലാക്കുന്നത് നമുക്കിതിവിടെ അവസാനിപ്പിക്കാം എന്നാണ് ഞാൻ മനസ്സിലാക്കുക. അതിന്റെ കാരണം 2 മണിക്കൂറോളം പറയാനുള്ള കണ്ടന്റ് എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടല്ല. നമ്മൾ പറയുന്ന പ്രസംഗത്തോട് നീതി പുലർത്തണമെങ്കിൽ നമ്മളിതിപ്പോ നിർത്തണം. കാരണം ഈ പിള്ളേർ എത്ര നേരമായി, 9:30 തുടങ്ങിയതാ, 11 മണി വരെ. അയ്യോ, ഇനി നമ്മൾ അവരെ ഇരുത്തുക എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ ആശയങ്ങൾക്കെല്ലാം എതിര് നിൽക്കുന്ന ഒരാളായിട്ട് ഞാൻ മാറും. അതുകൊണ്ട് നമുക്കൊരു പ്രത്യേക രീതിയിൽ ഈ സെഷൻ അവസാനിപ്പിക്കാം. നിങ്ങൾ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. അനുഗ്രഹത്തെക്കുറിച്ചും വാക്കിന്റെ ശക്തിയെക്കുറിച്ചും ഒക്കെ നമ്മൾ സംസാരിച്ചു. അതിന്റെ പ്രായോഗിക തലത്തിലുള്ള ഒരു കാര്യം കൂടെ ചെയ്തിട്ട് നമുക്കിത് അവസാനിപ്പിക്കാം. ഞാൻ ചില കാര്യങ്ങൾ ഇവിടെ നിന്ന് പറയും. അതിന് പ്രത്യുത്തരമായി കുട്ടികളെല്ലാവരും കേട്ടോ, പേരൻസും ടീച്ചേഴ്സും പ്രത്യുത്തരമായി ആമേൻ എന്ന് പറയണം. ആമേൻ എന്ന വാക്കിന്റെ അർത്ഥം അപ്രകാരം സംഭവിക്കട്ടെ എന്നാണ്. മലയാളത്തിലും ഹിന്ദിയിലും അറബിയിലും എല്ലാ ഭാഷകളിലും ആമേൻ എന്ന് പറഞ്ഞാൽ അപ്രകാരം സംഭവിക്കട്ടെ എന്നാണ് അർത്ഥം. ഞാൻ പറയുന്ന കാര്യങ്ങൾ അങ്ങനെ സംഭവിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രത്യുത്തരമായി ഉറക്കെ ആമേൻ എന്ന് പറയുക. വാക്കിന് ഭയങ്കര ശക്തിയാണ്. നാളെ നിങ്ങൾ ഇത് ഓർത്തിരിക്കും. അപ്പൊ ഞാൻ ഓരോ കാര്യങ്ങൾ പറയും, പ്രത്യുത്തരമായി ഉറക്കെ ആമേൻ എന്ന് പറയണം. ഇന്നിവിടെ ഈ സെമിനാറിൽ പങ്കെടുക്കാൻ വന്നിട്ടുള്ള നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും എല്ലാ കാലത്തും നന്മയും സമാധാനവും സമൃദ്ധിയും ഉണ്ടാവട്ടെ. മക്കളെ വളർത്താനുള്ള വലിയ ജ്ഞാനം നിങ്ങൾക്ക് ലഭിക്കട്ടെ. നിങ്ങളുടെ മക്കൾ പഠിച്ച് വളർന്ന് മിടുക്കരായി ആദ്യം കിട്ടുന്ന ശമ്പളം നിങ്ങളുടെ കയ്യിൽ കൊണ്ടുവന്ന് തരട്ടെ. നാടിനും നാട്ടുകാർക്കും വീട്ടുകാർക്കും പ്രിയപ്പെട്ടവരായി ഈ കുഞ്ഞുങ്ങൾ വളരട്ടെ. ഈ കുഞ്ഞുങ്ങളിൽ നിന്ന് മന്ത്രിമാരും കളക്ടർമാരും എഞ്ചിനീയർമാരും വൈദികരും സന്യസ്തരും നാടിനെ തന്നെ ഭരിക്കാൻ കേപ്പബിലിറ്റിയുള്ള ധാരാളം നേതാക്കന്മാർ ഈ സമൂഹത്തിൽ നിന്നും വളരട്ടെ. മക്കളെ കുറിച്ച് ഓർത്ത് അഭിമാനിക്കാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എല്ലായ്പ്പോഴും എല്ലാ സമയത്തും നിന്റെ വീട്ടിൽ സമാധാനം ഉണ്ടാവട്ടെ. കുഞ്ഞുങ്ങൾക്കൊരറിവ് ലഭിക്കാൻ വേണ്ടി കുഞ്ഞു കുഞ്ഞു പരിത്യാഗങ്ങൾ എടുക്കാനുള്ള ജ്ഞാനം നിങ്ങൾക്ക് ലഭിക്കട്ടെ. എല്ലാ പ്രശ്നത്തിനും ഒരു പരിഹാരമുണ്ട് എന്ന പ്രത്യാശയിൽ ജീവിക്കാൻ, നിരാശ എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് വികാരം പരിപൂർണമായിട്ട് നിന്റെ കുടുംബത്തിൽ നിന്നും എന്നേക്കുമായി മാറിപ്പോകട്ടെ. സന്തോഷവും സമാധാനവും സമൃദ്ധിയും ഉണ്ടാവട്ടെ. ആയിരിക്കുന്ന അവസ്ഥയിൽ വലിയ സംതൃപ്തി ഉണ്ടാവട്ടെ. എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. ഓക്കെ, ഇനി എല്ലാവരും ഇരിക്കും. അപ്പൊ ഇത്രയും നേരം എന്നെ കേട്ടിരുന്ന ഈ ബഹളത്തിന്റെ ശബ്ദമുഖരിതമായ ഈ കലപില ശബ്ദങ്ങളുടെ നടുവിൽ എന്നെ കേട്ടിരുന്ന നല്ലവരായ എല്ലാ മാതാപിതാക്കൾക്കും, ഇവിടെ ഇങ്ങനെ ചെറിയ കൊച്ചു വർത്താനം പറയാൻ എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ച ഇവിടുത്തെ മാനേജർ അച്ഛനും പ്രിൻസിപ്പൽ സിസ്റ്ററിനും, സ്നേഹപൂർവം ഇതൊക്കെ ശ്രമിച്ചിരുന്ന ടീച്ചേഴ്സിനും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട്, ഹൃദയത്തിൽ സമാധാനം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു.